നമസ്കാരം. അങ്കമാലിയുടെ ഒരു ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം. നമ്മുടെ ഈ ചാനലിൽ മമ്മൂക്കയെക്കുറിച്ച് കൂടുതൽ വാർത്തകൾ വരുന്നുണ്ട്. കാരണം അദ്ദേഹം വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ പറയാതിരിക്കാൻ തരമില്ലല്ലോ. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ മറ്റൊരു വാർത്ത നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. അദ്ദേഹം വീണ്ടും ഒരു റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. ഫിലിം ഫെയർ അവാർഡിൻ്റെ വേദിയിൽ ഇതുവരെ അദ്ദേഹം ആണ് ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയിട്ടുള്ള ആൾ. 15ഓളം അവാർഡുകൾ ഫിലിം ഫെയർ അവാർഡുകൾ പ്രഖ്യാപിക്കപ്പെട്ടതിൽ ഇതുവരെയുള്ള കാലഘട്ടങ്ങളിൽ 15ഓളം അവാർഡുകൾ അദ്ദേഹം നേടി. ഇപ്പോൾ ഇതാ 16ാമത്തെ അവാർഡ് കൂടി അദ്ദേഹം കരസ്ഥമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ 16 അവാർഡുകൾ ഫിലിം ഫെയറിൻ്റെ മികച്ച നടനുള്ള അവാർഡുകൾ നേടിയ താരം എന്നുള്ള ബഹുമതി നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം മമ്മൂക്കയ്ക്ക് സ്വന്തം. അങ്ങനെ മമ്മൂക്ക ആ ഒരു അവാർഡ് നേടുമ്പോഴും നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു അവാർഡെങ്കിലും അവരോടൊപ്പം തന്നെ അദ്ദേഹത്തിനോടൊപ്പം തന്നെ കിടപിടിച്ച് നിൽക്കുന്ന മറ്റു ചിലർ കൂടി ഉണ്ടായിരുന്നു. ആ ഒരു അവാർഡിന് വേണ്ടി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിലൊന്നാണ് ബേസിൽ ജോസഫ്, അതുപോലെ തന്നെ ആസിഫ് അലി, പൃഥ്വിരാജ്, അങ്ങനെ നീളുകയാണ്. ആ ഒരു കുഞ്ചാക്കോ ബോബൻ ഇവരൊക്കെ ഉണ്ടെന്നാണ് അറിവ്. അപ്പോൾ അതിൽ പൃഥ്വിരാജിന് കിട്ടുമെന്നാണ് എല്ലാവരും ധരിച്ചിരുന്നത്. കാരണം ആടുജീവിതം എന്ന ചിത്രത്തിലെ മികച്ച പ്രകടനത്തിന് അദ്ദേഹത്തിന് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിലുള്ള ഒരു വർത്തമാനം കേട്ടിരുന്നു. എന്നാൽ ബ്രഹ്മയുഗത്തിനെ വെല്ലാൻ പറ്റിയൊരു കഥാപാത്രമാണ് അതെന്ന് ചോദിച്ചാൽ അങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഓരോ നടന്മാരെയും ഓരോ രീതിയിൽ നമുക്ക് നോക്കി കാണാൻ പറ്റൂ. പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം അതൊരു മികച്ച കഥാപാത്രം തന്നെയായിരുന്നു. അദ്ദേഹം അതിനുവേണ്ടി വലിയ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ മമ്മൂക്ക എന്ന് പറഞ്ഞ താരത്തിൻ്റെ അഭിനയ സാമ്രാട്ടിൻ്റെ മുമ്പിൽ അതൊന്നും പോരാ എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. മമ്മൂക്ക പക്ഷേ ഇതിലൊരു വലിയൊരു ഗ്രേറ്റ്നെസ് അദ്ദേഹം കാട്ടി. അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയപ്പോൾ അദ്ദേഹം തന്നേക്കാൾ മിടുക്കന്മാരായ ചെറുപ്പക്കാരാണ്, തൻ്റെ ഒപ്പത്തിനൊപ്പം തന്നെ നിന്ന് പോരാടിയവരാണെന്ന് പറഞ്ഞ് അവരെ വിളിച്ച് കയറ്റുകയും അവർക്ക് വേണ്ട ഒരു ആദരവ്, തനിക്ക് ലഭിച്ച അവാർഡ് അവർക്കും കൂടി അർഹതപ്പെട്ടതാണെന്നുള്ള രീതിയിൽ അവരും കൂടി വിളിച്ച് കയറ്റിയ വേദിയിൽ വെച്ച് തൻ്റെ പുരസ്കാരം അവരെ കൊണ്ട് ഏറ്റുപിടിപ്പിക്കുന്ന ഒരു കാഴ്ച, ചെറുപ്പക്കാർ ചേർത്ത് പിടിക്കുന്ന അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹം ഒരിക്കൽ കൂടി നമ്മുടെ മീഡിയകൾക്ക് മുമ്പിൽ അത് കാണിക്കപ്പെട്ടു. പലരും അത് കാട്ടിക്കൂട്ടലാണെന്നൊക്കെ പറയുന്നവരുണ്ടാവും. പക്ഷേ എന്നും മമ്മൂക്ക അങ്ങനെ തന്നെയാണ്. അത് നിഷ്കളങ്കമായ സ്നേഹമാണ് തൻ്റെ സഹോദരന്മാരായിട്ട് കാണുന്ന നടന്മാരോടായാലും ആരോടായാലും കാണിക്കാറുള്ളത്. നമ്മുടെ വീട്ടിലേക്ക് ഒരു അംഗത്തെ പോലെയാണ്. അങ്ങനെയാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പലരും സിനിമാ മേഖലയുള്ളവർ എന്നോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അവരൊക്കെ മോഹൻലാലിൻ്റെ ആരാധകരായിട്ട് പോലും മമ്മൂക്കയെ വെച്ചിട്ടാണ് ഒരു സിനിമ സംവിധാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അത് വേറെ കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറച്ചും കൂടിയും ഒരു ഈസി എൻട്രൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം ഇനി വരാനിരിക്കുന്ന സിനിമകളിലൂടെ ഈ ഒരു നാഷണൽ അവാർഡും ഈ ഒരു സിനിമയിലൂടെ തന്നെ അദ്ദേഹം നേടിയെടുക്കുമോ എന്ന്. ഈ ബ്രഹ്മയുഗം എന്ന സിനിമയിലൂടെ തന്നെ നാഷണൽ അവാർഡും കൂടി തൂക്കുകയാണെങ്കിൽ പിന്നെ പറയണ്ട, അത് വല്ലാത്തൊരു തിരിച്ചുവരവായി പോയി. എന്തായാലും മമ്മൂക്കയ്ക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേരുകയാണ്.